കോൺഗ്രസ് MLA-മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സൗമ്യ സ്വഭാവക്കാരനായ ഒരു നേതാവാണ് ടി സിദ്ദിഖ്. കൽപ്പറ്റ MLA ആണ് അദ്ദേഹം. നമുക്കറിയാം, കൽപ്പറ്റയ്ക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായുള്ള പ്രത്യേകത ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ആ മണ്ണിനടിയിൽപ്പെട്ട ജീവനുകൾ 400-നടുത്താണ്. അപ്പോഴും ഊണും ഉറക്കമില്ലാതെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ആ ചൂരൽമലയിലും മുണ്ടക്കയിലെയും മലയിടക്കുകളിൽ ഉറ്റവരെ തിരയുകയായിരുന്ന MLA-യെ നമുക്ക് കാണാമായിരുന്നു. അതാണ് കൽപ്പറ്റയുടെ സ്വന്തം ടി സിദ്ദിഖ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞത് ആ നാടിനെ ചേർത്ത് പിടിച്ച MLA-യെ പോലും ദുരന്ത ഭൂമിയിൽ വെച്ച് വേട്ടയാടിയ കഴുകന്മാരാണ് CPM-കാർ. അതിന് പകരം വീട്ടാനല്ല, ഇപ്പോൾ അതിലെ സത്യാവസ്ഥ തെളിയിക്കാനാണ് ഇനി ആ MLA-യുടെ പോരാട്ടം. ഭൂമി നൽകാത്തവനാക്കി, വാക്ക് പാലിക്കാത്തവനാക്കി, പൊതുയോഗങ്ങളിൽ കൂക്കി വിളിച്ചു, ആക്രമണം നടത്തി, അങ്ങനെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വലിയ ജനതയുടെ പേരിൽ കള്ളക്കഥയുണ്ടാക്കി അവരുടെ എല്ലാമായ ആ MLA-യെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ ആ നാട് നൽകിയത് ഗംഭീര വിജയമാണ് സിദ്ദിഖിൻ്റെ. കൽപ്പറ്റയുടെ മാത്രമല്ല, വയനാടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ടി സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ദുരന്ത മേഖല ഉൾപ്പെടുന്ന 3 ബൂത്തുകളും UDF വലിയ മാർജിനിൽ വിജയിച്ചു എന്നുള്ളതാണ്. ചൂരൽമലയിൽ UDF-ൻ്റെ ഭൂരിപക്ഷം 239 വോട്ടാണ്. അതുപോലെ മുണ്ടക്കൈയിൽ 289-ഉം അട്ടമലയിൽ 327 വോട്ടിൻ്റെയും ഭൂരിപക്ഷമാണ് ബൂത്തിൽ തന്നെ UDF-ന് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ LDF തട്ടിപ്പ് പ്രചരണം പ്രധാനമായും നടത്തിയത് വയനാട്ടിലെ പുനരധിവാസം സംബന്ധിച്ചായിരുന്നു. പക്ഷേ വോട്ടെണ്ണുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 45,031 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കൽപ്പറ്റയിൽ നിന്ന് ടി സിദ്ദിഖ് വിജയിച്ചത്. അതുകൊണ്ട് ഇനിയുള്ള യുദ്ധം വയനാട് ദുരന്തത്തിൽ മുതലെടുപ്പ് നടത്തിയ യഥാർത്ഥ കള്ളന്മാർക്കെതിരെയാണ്. അതുപ്രകാരം ചില അന്വേഷണങ്ങൾ അത്യാവശ്യമായി വരികയാണിവിടെ. വയനാട്ടിലെ സ്ഥിതി നമുക്കറിയാം. 410 കുടുംബങ്ങൾക്കാണ് സർക്കാർ വീട് നൽകാമെന്ന് പറഞ്ഞത്. അതിനായി പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി ഫണ്ടിലേക്ക് വന്നത് 750 കോടിയോളം രൂപയാണ്. എന്നാൽ ആ വീടിനായി ചെലവഴിച്ചത് കണ്ടാൽ നാണക്കേടാകും നോക്കുന്നവർക്ക് തന്നെ. എല്ലാ കണക്കുകളും കഴിഞ്ഞ് ഒരു വീടിന് 25 ലക്ഷം രൂപയാണ് അതിന് വിലയിട്ടത്. എന്നാൽ തന്നെ 102 കോടി രൂപ മാത്രമാണ് ആകുന്നത്. 25 ലക്ഷം രൂപയ്ക്ക് വലിയ മണിമാളിക പണിയാമെന്നിരിക്കെ 2 ബെഡ്റൂമിൻ്റെ വീടും സിമെൻറ്റും കമ്പിയും നേരെ ചേർക്കാത്തത് കൊണ്ട് ചോർന്നൊലിക്കുകയും ചെയ്യുന്നു. ഒരു ഫർണിച്ചർ പോലും കൊടുത്തിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത് മുസ്ലിം ലീഗ് അവരുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നും കൊടുത്ത 54 വീടുകൾ, ഇനി പണിതുകൊണ്ടിരിക്കുന്ന 51 വീടുകൾ, ഇതെല്ലാം നോക്കിയാൽ അറിയാം 3 ബെഡ്റൂം 8 സെൻറ്റ് സ്ഥലത്ത് വളരെ നന്നായി നിർമ്മിച്ച വീട് മുഴുവനും ഫർണിച്ചറോട് കൂടി നൽകിയിരിക്കുന്നു. അതിനെത്രയാണ് ചിലവായത് എന്നറിഞ്ഞാൽ ഈ സർക്കാർ കൊടുത്ത പാതി പണി തീർത്ത വീടിൻ്റെ 25 ലക്ഷത്തിൻ്റെ കണക്ക് കൃത്യമായി കിട്ടും. അതിന് സിവിൽ എഞ്ചിനീയർമാർ ഏതാനും ദിവസത്തിനകം വരാൻ പോവുകയാണ്. ഏതായാലും ഈ പണിയെല്ലാം എടുത്തത് ഊരാളുങ്കലിന് വേണ്ടിയാണ്. ഊരാളുങ്കൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടത് പ്രകാരം മുഖ്യമന്ത്രിയും സംഘവും നടത്തുന്ന ഒരു ബിനാമി കമ്പനിയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു കമ്പനിയുമായി ചേർന്ന് ഒരുപാട് വ്യവഹാരങ്ങൾ പിണറായി നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വരാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ ഇത് വയനാട്ടിലെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട പാവങ്ങളുടെ കിടപ്പാടവും കൂരയും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരിൻ്റെ വിലയാണ് തിന്നു മുടിച്ചത്. അതിനുത്തരം പറഞ്ഞേ മതിയാകൂ. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ വലിയ അഴിമതി നടത്തിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. 750 കോടി രൂപ ജനങ്ങളുടെ അടുത്തു നിന്ന് പിരിച്ചെടുത്ത് 102 കോടി രൂപയുടെ വീടും നൽകി, ബാക്കി ചില്ലറ ഗാർഡനിങ് എന്നും റോഡ് നിർമ്മാണമെന്നും പറഞ്ഞ് ചെലവിട്ടു എന്ന് പറയുന്നത് 50 കോടി രൂപ. എല്ലാം കൂടി 150 കോടി രൂപ. എന്നാൽ ഊരാളുങ്കൽ കമ്പനിക്ക് കരാർ നൽകിയത് 299 കോടി രൂപയ്ക്കാണ് എന്നാണ് പറയുന്നത്. അതിൽ നല്ലൊരു തുക ആദ്യം തന്നെ അവർക്ക് നൽകുകയും ചെയ്തു. 100 കോടിയുടെ തട്ടിപ്പ് അവിടെ തന്നെ കാണാമെന്നാണ് വ്യക്തമാകുന്നത്. അതെത്രയാണെന്നുള്ളത് കണക്ക് കൂട്ടിയാൽ കിട്ടും. അതിനാണിപ്പോൾ ടി സിദ്ദിഖ് MLA പുറപ്പെട്ടിരിക്കുന്നത്. തന്നെ വഞ്ചകനാക്കാൻ നോക്കിയവരോടുള്ള പകയല്ല ഇത്. തൻ്റെ അനാഥരായ കൂടപ്പിറപ്പുകളെ പറ്റിച്ച പണം കൊണ്ട് സ്വന്തക്കാരെ വികസിപ്പിച്ചെടുത്ത, തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരാളെ ജയിലറയിൽ അടക്കുക എന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA-യുടെ ആദ്യ ദൗത്യം. സത്യമറിയണം. പാവങ്ങളുടെ കണ്ണീർ വിറ്റ് കാശാക്കിയ നരാധമന്മാരായ പിണറായി സംഘത്തെ ജനങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു.
ഭരണത്തിൻ്റെ തണലിൽ സൈബർ ഗുണ്ടകളെ കൊണ്ട് കള്ളക്കഥ പ്രചരിപ്പിച്ച് കല്ലെറിയിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയുടെ നീക്കം ഇവിടെ പാളിയത് അദ്ദേഹത്തിൻ്റെ അകത്തേക്കുള്ള പോക്കിൻ്റെ സൂചനയാണ് നൽകുന്നത്.